നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് കൂടുതൽ മോടി വേണ്ടെന്നും പൊതുഭരണ വകുപ്പിന് വി.ഡി. സതീശന്റെ പ്രത്യേക നിർദ്ദേശം. വൻതുക മുടക്കി മോടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും ചില്ലറ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതിയെന്നുമാണ് നിർദ്ദേശം. മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കേണ്ടതില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായിരുന്ന ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കൽ, സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ളവ അതിനെ മോടി പിടിപ്പിച്ച് ഇടുന്നത് വലിയ വിവാദമായിരുന്നു. 7 ലക്ഷം രൂപയുടെ കർട്ടൻ വാങ്ങിയത് വിവാദമായിരുന്നു. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള മന്ത്രിമന്ദിരങ്ങളിൽ മരപ്പട്ടി ശല്യമുണ്ടെന്ന പിണറായിയുടെ പരസ്യ പ്രതികരണവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. നീന്തൽക്കുളം മോടി പിടിപ്പിക്കാൻ 31,92,360 രൂപയാണ് പിണറായി കാലത്ത് ചെലവിട്ടത്. ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പണിതതും വിവാദം ആയിരുന്നു. 25.50 അതായത് 25 ലക്ഷം രൂപ മുടക്കിയാണ് ലിഫ്റ്റ് പണിതത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ 7 കിടപ്പ് മുറികളാണ് ഉള്ളത്. 15,000 ചതുരശ്ര അടിയാണ് വലിപ്പം. ഓഫീസ് മുറി, കോൺഫറൻസ് ഹാള് എന്നിവയുമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കുമായുള്ള 2 ചെറിയ കെട്ടിടങ്ങളും ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിനകത്ത് തന്നെ ഉണ്ട്. 4.5 ഏക്കറിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വി.ഡി. സതീശൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് ഈ ആഴ്ച ഗൃഹപ്രവേശനം നടത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ 10 കൊല്ലം സ്വൈരം കെടുത്തിയ മരപ്പട്ടികൾ ഇപ്പോഴും സജീവം തന്നെയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ കന്റോൺമെന്റ് ഹൗസിൽ ഇതേ പ്രയാസങ്ങൾ അതിജീവിച്ചാണ് സതീശനും കഴിഞ്ഞത്. ക്ലിഫ് ഹൗസിലെ ഓടും കൊണ്ടുള്ള മേൽക്കൂരയിലെ ചോർച്ചയ്ക്കും വരുന്ന കാലവർഷത്തിലും മാറ്റം ഒന്നും ഉണ്ടാകില്ല. വൻതുക ചെലവഴിച്ച് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കേണ്ടെന്നാണ് വി.ഡി. സതീശന്റെ നിർദ്ദേശം. 10,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന പൈതൃക മന്ദിരമായ ക്ലിഫ് ഹൗസിൽ 73 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണിക്ക് 2 വർഷം മുമ്പ് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. കിടപ്പുമുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം അത് അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന സ്ഥിതിയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിർമ്മാണ രീതിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് ഒരു ദുർവിനിയോഗമല്ല എന്നും അന്ന് പിണറായി പറഞ്ഞെങ്കിലും ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണിക്ക് അദ്ദേഹം അനുമതി നിഷേധിച്ചിരുന്നു. ഇതുകൂടാതെ 20ഓളം മന്ത്രിമന്ദിരങ്ങളിലും കന്റോൺമെന്റ് ഹൗസിലും വലിയ തോതിലുള്ള നവീകരണത്തിന്റെ ആവശ്യമില്ല എന്നും ഭരണാനുമതി ലഭിച്ചിട്ടും അതത് മന്ത്രിമാർ അനുമതി നൽകാതിരുന്നതിനാൽ നടന്നില്ല. എന്നാൽ മന്ത്രിയായിരിക്കെ A.K. ശശീന്ദ്രൻ താമസിച്ച കാവേരി മോടി കൂട്ടി. ക്ലിഫ് ഹൗസിലെ വീട്ടുപകരണങ്ങളും നീന്തൽക്കുളങ്ങളിലും എല്ലാം മികച്ച നിലവാരത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഇതെല്ലാം പരിപാലിക്കുന്നത് ടൂറിസം വകുപ്പാണ്. നന്ദൻകോട് 6 ഏക്കർ 25 സെന്റ് സ്ഥലത്താണ് ക്ലിഫ് ഹൗസ് പൂർണ്ണമായി നിൽക്കുന്നത്. UDF മന്ത്രിമാർക്കായി പുതിയ കാറുകളും വാങ്ങില്ല. LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉപയോഗിച്ച കാറുകളാകും ഉപയോഗിക്കുക. ചെലവ് ചുരുക്കുന്നതിനാണ് നടപടി. ടൂറിസം വകുപ്പിനാണ് കാറുകളുടെ പരിപാലന ചുമതല. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം നാളെ പുതിയ മന്ത്രിമാർക്ക് കൈമാറും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകൾ പോലീസ് ഏറ്റെടുത്തു. ഇത് എന്തു ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ യാത്രകളിൽ ഉണ്ടാവുക പോലീസിന്റെ പൈലറ്റ്, എക്സ്കോർട്ട് വാഹനങ്ങൾ മാത്രമായിരിക്കും. മുഖ്യമന്ത്രിയുടേത് കൂടി ചേർത്ത് 3 വാഹനങ്ങളാകും വാഹനവ്യൂഹത്തിൽ ഉണ്ടാവുക. താൻ കടന്നുപോകുമ്പോൾ മറ്റു വാഹനങ്ങൾ തടയരുതെന്നും DGP റവാഡ A. ചന്ദ്രശേഖറിനോട് സതീശൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് Z+ കാറ്റഗറി സുരക്ഷയാണ് ലഭിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി പാർക്കിംഗ് കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. വാഹനങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകളിലാണ് പാർക്ക് ചെയ്യേണ്ടത്. അനധികൃതമായും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധവും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രക്കാർ ക്രമീകരിക്കേണ്ടതാണെന്നും പോലീസ് അറിയിപ്പ് നൽകി. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിന് പൊതുജനങ്ങൾ 0471-255-8731 അല്ലെങ്കിൽ 9497930055 എന്നീ ഫോൺ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. ഗതാഗത ക്രമീകരണം: പേരൂർക്കട, ശാസ്തമംഗലം ഭാഗങ്ങളിൽ നിന്നും സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകേണ്ടതാണ്. PMG ഭാഗത്ത് നിന്നും സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ GV രാജ, LMS മ്യൂസിയം, മാനവീയം റോഡ്, ആൽത്തറ, വഴുതക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, അതുപോലെ തന്നെ തൈക്കാട് വഴി പോകേണ്ടതാണ്. ഓവർബ്രിഡ്ജ് ഭാഗത്ത് നിന്ന് സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ ഫ്ലൈ ഓവർ വഴി പോകേണ്ടതുമാണ്. ഓവർബ്രിഡ്ജ്, തമ്പാനൂർ മോഡൽ സ്കൂൾ, പനവിള,
ബേക്കറി, പാർക്കിംഗ് സ്ഥലങ്ങൾ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന MLA, MP-മാരുടെ വാഹനങ്ങൾ RBI ബേക്കറി ജംഗ്ഷനോ അല്ലെങ്കിൽ വാൻഡോസ് ജംഗ്ഷന് സമീപമോ ഗേറ്റ് 4 വഴി സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ, പോലീസ്, മീഡിയ എന്നിവരുടെ വാഹനങ്ങൾ RBI ബേക്കറി ജംഗ്ഷൻ, വാൻഡോസ് ജംഗ്ഷൻ വഴി ഗേറ്റ് 4 ഭാഗത്ത് ആൾക്കാരെ ഇറക്കിയ ശേഷം സംസ്കൃത കോളേജ് ഗ്രൗണ്ടിൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നീ സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യേണ്ടതാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. എന്തായാലും ജനം കാത്തിരുന്ന ആ ദിവസമാണ് നാളെ. അങ്ങനെ VD സതീശൻ പിണറായി വിജയനെ എതിർത്തുകൊണ്ട് ഇതാ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്.